ഓം ക്രീം കുട്ടിച്ചത് അതേ പോയി പോയി അങ്ങടെ പോയെ നോക്കി പോയി എന്റെ കയ്യിലില്ല അനങ്ങൂല ജിമ്മിക്കൊണ്ടാ ഇനി പട്ടികളുടെ ഒരു ജിമ്മ് തുടങ്ങിയാലോ ഞാൻ ആലോചിക്കുക നല്ല ലാഭമുള്ള ബിസിനസ് ആയിരുന്നു തോന്നുന്നു. അപ്പൂനെ തൊട്ടിട്ട് കഴിച്ചു അതിന് പോയി. അത് കാരണം പത്തിക്കേട് എടുക്കണില്ലാന്നുണ്ടായിരുന്നു മുതലാളി വേണ്ട സമയം മുതലാളി വന്നേക്കാണോ 5 മണിക്ക് വന്നു. വെജിറ്റേറിയാണല്ലോ പാലും പൊട്ടിക്കൊണ്ട് ഇവിടെയാണ് ശരിക്കുള്ള സംഭവം നടക്കുന്നത്. മാത്തുവിന്റെ പേരും പറഞ്ഞ് ഷീറോയാണ് മേടിച്ചു തരുന്നത്. അവൻ മുട്ട വെച്ച് ചപ്പാത്തി അവരുടെ വാലിക്ക് ഇട്ട് കൊടുക്കും. അപ്പൊ വഴക്ക് പറഞ്ഞാണല്ലോ ഒളിച്ചിരിക്കുന്നതാ. ചപ്പാത്തി ആണോ എടുക്കണോ? എത്ര ദിവസം കൂടിയുള്ള ആഹാരമാണെന്ന് പറയുന്നത്. ആണോ ഇന്നലെ കഴിക്കാന് അതിന് തോന്നുന്നേ കഴിക്കും. ഞാനാ മുതലാളി നീ തിന്നാത്ത അവന്റെ വായിന്നാണ് ഇവൻ പേടിച്ച് തിന്നുന്നത്. അവന്റെ വായി കൊടുക്കണത് ഇപ്പൊ തുപ്പി നോക്കി കേട്ടോ അവനിട്ട് കൊടുക്കും. മുട്ട നിന്ന് വെച്ച് ചപ്പാത്തി അവനിട്ട് കൊടുക്കും. അപ്പൊ ഷീറോക്ക് മനസ്സിലാവല്ല. ഷീറോ അതെടുത്ത് വയ്ക്കും. അങ്ങനെ മുട്ട വെക്കണം. അവളങ്ങനെ ഗൗട്ടി ഇപ്പൊ കുക്കുരു വന്ന് അങ്ങനെ തിന്നാൻ തുടങ്ങിയ പിന്നെ അങ്ങനത്തെ സൗണ്ട് കേൾക്കാൻ തുടങ്ങിയ. മുട്ട കിട്ടുള്ള ചപ്പാത്തി അവൻ പിടിക്കണില്ല. ചപ്പാത്തി തുപ്പി വിടുക. മുട്ട ഉള്ളില്ല. അതുവിനെ പറ്റിച്ചു. അങ്ങനെ എന്റെ കൊച്ചിനെ പറ്റിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഇവിടുത്തെ അല്ലേന്ന് ചോദിക്കല. വന്നുണ്ട് ഗുണ്ട വന്നുണ്ട്. ഒരു കഷ്ണം ക്ഷീണം അല്ലേ, നന്നായിട്ട് ക്ഷീണിച്ചു പോയി. മാത്തു ഇങ്ങനെ ബാക്കി അവളുടെ നടി പേടിക്കുന്നു. ഞാൻ മുട്ടയുടെ ഉണ്ണി കൊടുക്കാം. അവളാ മുട്ടയുടെ ഉണ്ണിന്ന് തോന്നും. ഞാൻ ക്ഷീണിച്ചു പോയി. പോവാ ഈ ഓടിയേ എന്റെ പൊന്ന. മുട്ടയുടെ ഉണ്ണി എന്ത് ആ പൊന്നിന് കൊടുക്കാതെ എന്റെ അവക്ക് കിട്ടിയില്ലാമ്മ. ബെല്ലക്ക് കിട്ടിയില്ലാന്ന് ഇത്തിരി കൊടുക്ക. അവക്ക് മുകളുണ്ടാവും. എനിക്ക് മെസ്സേജൊക്കെ വെച്ചുവിടാറുന്നല്ലോ. പൂങ്കുലയും പിടിച്ചോണ്ട് ഒരാള് നിക്കണേ. ദൈവം തമ്മിലറിയാം. ഈ നിലത്ത് കിടക്കണമെന്ന് നിങ്ങളല്ലോ. നിലത്ത് ചപ്പാത്തി കഷ്ണം അവന് മനസ്സിലായി. അവൻ തൂക്കിയിടണമെന്ന്. ഇപ്പൊ വിശപ്പ് മാറി പറഞ്ഞു തന്നില്ലേ. ഇനി ഇവിടെ തൂറാന്ന് ഓരോ വിളിക്കരുത് കേട്ടോ. ടൂറാ അശ്ലീലം പറയുന്നത് നോട്ട. നമുക്ക് ഡയറ്റിൽ പോണ്ടേ? ചെറിയൊരു കുട്ടി ടീറക്സാ. എന്നാ ചെയ്യാത്? പാലും കുടിച്ചു 2 ചപ്പാത്തി തിന്നു. അത് വൈകുന്നേരം ഒരു കേക്കും പാല്. നഖം വെട്ടാറായോ? നഖം വെട്ടണം, തൂക്കം നോക്കണം, വരാടെ മരുന്ന് കൊടുക്കണം. അയ്യോ ഏതാടെ മരുന്ന് വെക്കം കൊടുക്കണം. ഞാനിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കാൻ നോക്കാം. ഇപ്പൊ ഇതൊന്ന് മാറിയല്ലേ ഉള്ളൂ. വയറൊക്കെ സെറ്റായിട്ട് കൊടുക്കാൻ നോക്കാം. ഇപ്പൊ കൊടുക്കാം. വിലയുടെ സൂക്കേട് എല്ലാവർക്കും കാണുന്നുണ്ട്. ഞങ്ങൾ കേറി മുകളിൽ വന്നിരുന്നു. ഇനിയെങ്കിലും തരാൻ.
ഉണ്ടോ? ഉണ്ടായിട്ടാണോ? തരാത്തല്ലേ? ചോദിക്കും ബെല്ലാച്ചു. ഞാൻ ഷീറോയ്ക്ക് കാണിക്കണുള്ള മണം കിട്ടിയേ ഉള്ളൂ. ഷീറോയ്ക്ക് മുട്ട തിന്നാ അവരാ. ഗർഭിണി വന്നുണ്ട്, നിത്യ ഗർഭിണി വന്നുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തൊക്കെ. എന്റെ പൊന്നു മക്കളെ, ഗ്യാസിന് ഇവിടെ പിടിയും വലിയും വെട്ടും കുത്തും നടക്കാനുള്ളതാ. ഷാഡോ ബേബി ആ ചവിട്ടി നശിപ്പിച്ച് കൊണ്ട് വയ്യ. ഡീ ഷാഡോ എനിക്ക് എല്ലാം ഉണ്ടാക്കണം. എല്ലാവരും കൂടെ തിന്നാറുണ്ട്. ഞാൻ പട്ടിണി. അവനോ ആ മുട്ട കൊടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ കുറഞ്ഞിട്ട്. മാത്തുക്കുട്ടി, മാത്തുക്കുട്ടി, മാത്തു, മാത്തുക്കുട്ടി. കുക്കറി തിന്നണില്ല. ഒയ്യോ, ഇന്നലെ ഞാൻ വരുമ്പോ ആ ഷീറ്റിന്റെ മുകളിൽ നിവർന്നങ്ങ് കിടക്കുക. ഞാൻ വിളിച്ചു, കുക്കുടൂന്ന് വിളിച്ച്. ചുണയുണ്ടോ മേടിച്ചോ നീ? അവന് ചുണയുണ്ട്. നിങ്ങളെ പൊക്കിക്കൊണ്ട് പോയിട്ടല്ലേ? അവിടെ നിന്ന് ഒരു തലയിട്ടുണ്ട്, പെമ്പാമ്പ് തലയിട്ടുണ്ട്. നീ ചാടുന്നു. അപ്പു ആയിട്ട് പോയടാ. വാ, അപ്പു പോയി വാ. പൂച്ചകളെ പറഞ്ഞു പറ്റിക്കുന്നു നമ്മ. ചാടിയില്ലടാ. എന്നാ അവിടെ മുഴുവൻ ചാടി, ഉറുമ്പും കേറി. ഓ, ഇപ്പഴാണ് പ്ലേറ്റിൽ വെക്കാൻ തോന്നിയേ. ഇതാ ഗർഭിണിക്ക് കൊടുക്കുമ്പോ. നിത്യ ഗർഭിണി താഴെ കാര്യമാണോ? നിത്യ ഗർഭിണി താഴെ വന്നിരിക്കണമ്മേ. താഴെ ചാവുന്നില്ല. അവ തിന്നുന്നേ. ഇയാളെ വിളിച്ചപ്പോ ഇയാൾക്ക് വരാൻ ഭയങ്കര മടിയായിരുന്നല്ലോ. ഇയാള് തിന്നണ്ട. പൊന്നിനല്ലെങ്കിൽ തന്നെ വെയിറ്റ് കൂട്ടല്ലോ. പൊന്ന് 12 നിൽക്കുക. കൊച്ചിന്റെ മാലയെ ചെടി, കൊച്ചിന്റെ മാലയോ മേശയിൽ ഇരിക്കണുണ്ടായിരുന്നല്ലോ. പൊന്നിങ്ങി നീക്കി. പൊന്ന് കുറച്ച് തിന്നാ മതി. പൊന്ന് കുറച്ച് തിന്നാ മതി. പൊന്നൊത്തിരി തിന്നു കഴിഞ്ഞാൽ പൊന്നിനെ പനിക്കും. ഞാൻ ഇപ്പൊ ചാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഇടയിൽ തലവാനാ. നടുകളയാണ്ട് ചാട്ടമില്ല. മറ്റേ ചാട് പറഞ്ഞല്ലോ. കൊടുക്കണ്ട. നീലു 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 ഓം ഗ്രീൻ കുട്ടിച്ചത്. അതേ പോയി പോയി പോയി. ഞങ്ങളെ പോയെ നോക്കി പോയി. എന്റെ കയ്യിലില്ല. ആ സത്യമായിട്ട് പോയി. അമ്മ പുറകിന്ന് മേടിക്കുമ്പോ എനിക്ക് കയ്യിന് തിരിയില്ല. ഞാനൊരു പരുവത്തിലിരിക്കുന്നേ. ഈശ്വര, 1500 ഞങ്ങള് വെള്ളി കെട്ടിച്ചു തന്നല്ലോ. മാറിക്കെങ്കിൽ സൗന്ദര്യം പോകും. അനങ്ങൂല. ജിമ്മിക്കൊണ്ടാ. ഇനി പട്ടികളുടെ ഒരു ജിമ്മ് തുടങ്ങിയാലോ ഞാൻ ആലോചിക്കുക. നല്ല ലാഭമുള്ള ബിസിനസ് ആയിരുന്നു തോന്നുന്നു. ഷീറോനെ നമുക്ക് റോൾ മോഡലാക്കാം. ഞാനും പോവാ.